ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചരിയോ ഈസ്റ്റോ ചോറോ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു അപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ തലേന്നൊക്കെ അരി വെള്ളത്തിലിട്ട് വെക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിലൊക്കെ രാവിലെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണിത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ അത് ഞാനിവിടെ 1 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാദ്യം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി എടുക്കുന്ന സമയത്ത് വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടി ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള സാധാരണ വറുക്കാത്ത പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഒരു ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തമായിട്ടും ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ ആ ഒരു ഇതിനനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയിൽ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ചോറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, തേങ്ങ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത് നല്ല തിക്കായിട്ട് തന്നെയാണ് ഞാനിതോടെ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഒരു കട്ടിയിൽ തന്നെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്, ഒരുപാട് ലൂസായിട്ട് പോകരുത്. ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ അളവിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതിയാവും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ അപ്പക്കാരല്ലേ, അതൊരു 1/2 ടീസ്പൂൺ എടുത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അല്പം സുർക്ക ചേർത്ത് കൊടുക്കുകയാണ്, അഥവാ വിനാഗിരി. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കേക്കൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ബേക്കിംഗ് പൗഡറിന് പകരമായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാറുണ്ട് ഇതേ രീതിയിൽ. അപ്പോൾ നല്ല കേക്കൊക്കെ നല്ല പോലെ പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ കേക്ക് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചൂടായ പാനിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചു കേട്ടോ. അതിന് ശേഷമാണ് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സമയത്താണ് നല്ല പോലെ ഹോൾസൊക്കെ ആയിട്ട് വരിക. തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഹോൾസ് ഒന്നും ആയിട്ട് വരില്ല. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അത്യാവശ്യം നല്ല പോലെ ഒന്ന് കൂട്ടി വെക്കുക. അതിന് ശേഷം നിങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അടുത്തതും ഇതേ ഒരു രീതിയിൽ തന്നെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ തലേന്നൊക്കെ അരി അരച്ച് വെക്കാൻ മറന്നു പോയവരുണ്ടെങ്കിലും അരി വെള്ളത്തിലിടാൻ മറന്നവരാണെങ്കിലോ കറണ്ട് ഇല്ലാത്ത ഒരു സമയത്തോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ പാനൊക്കെ ഓവർ ഹീറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചൊന്ന് വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ചൂട് ബാലൻസ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ രാവിലെ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർത്തിട്ടും സെയിം രീതിയിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. നമ്മൾ അരിപ്പൊടി അരച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു 1/2 മണിക്കൂറെങ്കിലും അതിനെ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇതാ നമ്മുടെ അപ്പമൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് അപ്പം ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന ആ ഒരു സമയത്ത് പാൻ്റെ ചൂടൊക്കെ ബാലൻസ് ആയാൽ മാത്രമേ ഇത്രയും ഹോൾസ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മുട്ടക്കറിയുടെയും ചട്നിയുടെയും ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് റെഡിയാക്കി കഴിക്കുന്നതുകൊണ്ട് നമുക്കിതിലേക്ക് ചോറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ചധികം തന്നെ ടൈം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിലേക്ക് ഒരു 1/4 കപ്പ് എങ്കിലും ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഇന്നത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ.